യൂറോപ്യൻ ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് ആഴ്സണൽ ഒരു ചൂട് കൂടി എടുത്തു. 2 പതിറ്റാണ്ടിന്റെ നീണ്ട കാത്തിരിപ്പിന് വിരാമം വിട്ട് ഗണ്ണേഴ്സ് യുഎഫ്എ ചാമ്പ്യൻ ലീഗിന്റെ കലാശ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ രണ്ടാം പാദ സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്തുകൊണ്ട് ആഴ്സണൽ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തു. എമിറേറ്റ്സിൽ ആഴ്സണൽ ഗർജനം ട്രൊസാർഡ് തൊടുത്ത അതിശക്തമായ ഷോട്ട് അത്ലറ്റിക്കോ ഗോൾ കീപ്പർ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞെങ്കിലും അത് പന്ത് ക്ലിയർ ചെയ്യാൻ അവർക്കായില്ല. പന്ത് കൃത്യമായി പിടിച്ചെടുത്ത ബുക്കാക്കോ സാക്ക അതീവ കൃത്യതയോടെ ക്രോസ് റേഞ്ചിലൂടെ വല കുലുക്കി. ഈ ഗോളോടെ എമിറേറ്റ്സ് സ്റ്റേഡിയം ആഴ്സണൽ ആരാധകരുടെ ആഹ്ലാദ പ്രകടനത്താൽ അക്ഷരാർത്ഥത്തിൽ ഗർജിക്കുകയായിരുന്നു. ആദ്യ പാദത്തിൽ 1-1 എന്ന നിലയിലായിരുന്നതിനാൽ ഈ ഒറ്റ ഗോൾ ആഴ്സണലിന് നൽകിയ മുൻതൂക്കം ചെറുതല്ല. ഇരു പാദങ്ങളിലുമായി 2-1 സ്കോറിനാണ് ആഴ്സണൽ അത്ലറ്റിക്കോയെ മറികടന്നത്. സ്വന്തം തട്ടകത്തിൽ ആർട്ടറുടെ കുട്ടികൾ നടത്തിയ അവിസ്മരണീയമായ പ്രകടനം ആരാധകർക്ക് വലിയൊരു ഉത്സവമായി മാറി. സാക്ക എന്ന യുവതാരത്തിന്റെ പക്വതയാർന്ന പ്രകടനമാണ് ഗണ്ണേഴ്സിനെ ഫൈനലിലേക്ക് നയിച്ചത്. ഈ സീസണിൽ ആഴ്സണൽ നടത്തിയ അവിശ്വസനീയമായ മുന്നേറ്റത്തിന്റെ നെടുംതൂണായി സാക്ക മാറിക്കഴിഞ്ഞു. ഈ വിജയം ആഴ്സണലിനെ സംബന്ധിച്ച് വെറുമൊരു ഫൈനൽ പ്രവേശനമല്ല, മറിച്ച് 2 പതിറ്റാണ്ടോളം നീണ്ട കഠിനാധ്വാനത്തിന്റെയും കാത്തിരിപ്പിന്റെയും സാക്ഷാത്കാരമാണ്. 2006 പാരീസിൽ നടന്ന ഫൈനലിന് ശേഷം ആദ്യമായാണ് ഗണ്ണേഴ്സ് ചാമ്പ്യൻസ് ലീഗിന്റെ കിരീട പോരാട്ടത്തിന് യോഗ്യത നേടുന്നത്. ക്ലബിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ മാത്രം ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണിത്. ഇത് ഈ നേട്ടത്തിന്റെ മാറ്റ് കൂട്ടുന്നുണ്ട്. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ തോൽവിയറിയാത്ത ഏക ടീം എന്ന ഖ്യാതിയോടെയാണ് മൈക്കിൾ ആർട്ടറുടെ സംഘം ഫൈനലിലേക്ക് ചൂടുവെക്കുന്നത്. നിലവിൽ 14 മത്സരങ്ങളിലായി തുടരുന്ന ആഴ്സണലിന്റെ അപരാജിത കുതിപ്പ് ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡുകളിൽ ഒന്നാണ്. രണ്ടാം പകുതിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തിരിച്ചടിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും സലീബ ഗബ്രിയേൽ സഖ്യത്തിന്റെ പ്രതിരോധവും ഡെക്ലാൻ റൈസറിന്റെ തകർപ്പൻ മിഡ്ഫീൽഡിംഗും പ്രകടനവുമാണ് ആഴ്സണലിന് തുണയായത്. ആദ്യപാദത്തിൽ 1-1 നിലയിൽ പിരിഞ്ഞ ശേഷം സ്വന്തം തട്ടകത്തിൽ പതറാതെ കളിച്ച ആഴ്സണൽ ഇരു പാദങ്ങളിലുമായി 2-1 സ്കോറിനാണ് അത്ലറ്റിക്കോയെ മറികടന്നത്. ഫുട്ബോൾ ലോകത്തെ വമ്പന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വീഴ്ത്തിയാണ് ആർട്ടറ്റയും സംഘവും തങ്ങളുടെ കരുത്തു തെളിയിച്ചത്. 2006 കൈവിട്ടുപോയ ഈ സുവർണ കിരീടം ഇത്തവണ എമിറേറ്റ്സിൽ എത്തിക്കാൻ ആഴ്സണലിന് കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മൈക്കിൾ ആർട്ടറ്റയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ ആത്മവിശ്വാസവും ഒത്തുചേരുമ്പോൾ ഹംഗറിയിൽ പുതിയൊരു ചരിത്രം പിറക്കുമെന്ന് തന്നെ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ നേടിയ ഈ ഉജ്ജ്വല വിജയം ആഴ്സണലിനെ എത്തിച്ചിരിക്കുന്നത് യൂറോപ്യൻ ഫുട്ബോളിന്റെ സ്വപ്നവേദിയിലേക്കാണ്. ഈ ഫുട്ബോൾ ലോകത്തെ മുഴുവൻ കണ്ണുകളും ഹംഗറിയിലേക്കാണ്. മെയ് 30 ഹംഗറിയിലെ ബുദാപെസ്റ്റിലാണ് ഈ സീസണിലെ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് കലാശ പോരാട്ടം അരങ്ങേറുന്നത്. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഒരു യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിടാൻ ആഴ്സണലിന് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണിത്. സീസണിലുടനീളം കാത്തുസൂക്ഷിച്ച അപരാജിത കുതിപ്പ് ഫൈനലിലും ആവർത്തിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലണ്ടൻ ക്ലബ്ബ്. ലോകമെമ്പാടുമുള്ള ആഴ്സണൽ ആരാധകർ ബുഡാപെസ്റ്റിലേക്ക് ഒഴുകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. 2006 പാരീസിൽ നഷ്ടപ്പെട്ട കിരീടം 2026 ബുദാപെസ്റ്റിൽ വെച്ച് വീണ്ടെടുക്കാൻ ആഴ്സണലിന് കഴിയുമോ? മെയ് 30 ആ രാത്രി ഫുട്ബോൾ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.